ശാന്തേച്ചി, ഇതുവരെ ഉറങ്ങിയില്ലേ വാവേ? കുറുക്കായോ പൊന്നി? ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്, കുറെ നേരമായി. ഇപ്പൊ പാല് കുടിച്ചതേ ഉള്ളൂ, ചിലപ്പോ ഉറങ്ങാനായിരിക്കും, അതിനുള്ള കരച്ചില. ഇനി ഉണരുമ്പോ കൊടുക്കാം, അതാ നല്ലത്. ഇല്ലെങ്കിലേ തുപ്പിക്കളയും. ചക്കരെ ഇങ്ങോട്ട് നോക്കിയേ. വാവേ. ഓ അതെ, ചക്കരക്കുട്ടി ഇനി വാ. വാവയ്ക്ക് ഉറങ്ങണ്ടേ? ചക്കരക്കുട്ടി, വാവച്ചി, നമുക്ക് ഉറങ്ങണ്ടേ? ആന്റി ഉറക്കാലോ വാവേ. ഈ കൊഞ്ചിക്കലൊക്കെ ഇന്നൊരൊറ്റ ദിവസത്തേക്കേ ഉള്ളൂ. എടോ, പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ടേ കരച്ചിലുകളൊന്നും ഇല്ലടോ. പക്ഷേ രാശിഫലം മാറുന്നില്ലല്ലോ. വീട് തകർക്കാൻ പോകുന്ന വെടിമരുന്ന് ആരെങ്കിലും വീട്ടിനകത്ത് സൂക്ഷിക്കുവരാകും സാറേ. അതെടുത്ത് പുറത്തോ മറ്റെവിടെയെങ്കിലോ നമ്മൾ മാറ്റി സൂക്ഷിക്കും. അതേ നമ്മൾ ഇവിടെയും ചെയ്യുന്നുള്ളൂ. ഒന്നെടുത്ത് മാറ്റി മറ്റൊരിടത്തേക്ക് വെക്കുന്നു. ഇതിപ്പോഴങ്ങും ഉറങ്ങുമെന്ന് തോന്നില്ല. ഒരു കണക്കിന് നല്ലതാ, രാത്രിയില് അത്ര വാശി പിടിക്കില്ല, വേഗം ഉറങ്ങിക്കോളും. ഈ സന്തോഷം ചിരിയൊക്കെ ഇന്ന് അവസാനിക്കൂല്ലോ ഈശ്വര. അതെ, വാവച്ചിയുടെ ചേച്ചിമാര് വരാൻ സമയായി. ഇനി അവരുമായിട്ട് കളിക്കാലോ വാവയ്ക്ക്. ഈ മഹാഭാവമൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും എന്റെ ഈശ്വര. ഈ കുഞ്ഞിന്റെ ഈ ചിരി കാണുമ്പോ ഒന്നും വേണ്ടെന്ന് തോന്നുക. എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ? മാമേ, ശാന്തേച്ചി എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ദേ നോക്കി, ഇവക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വിഷ്ണുത്തില് അച്ഛന്റെ സുന്ദരക്കുട്ടി വന്നല്ലോ. അച്ഛച്ചാ, ഇത് നോക്കി, ഇതെല്ലാം കുഞ്ഞാവയ്ക്ക. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ലടാ, പപ്പി എന്തിയടാ? വഴിയിൽ രോഹിതിനെ കണ്ടു, രണ്ടുപേരും പിറകെ വരുന്നുണ്ട്. എന്തിനാ മൂർത്തി ഇങ്ങനെ അകത്ത് തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന? ആരാ അല്പം മുമ്പ് അവിടെ വന്നത്? അതാ തോമസ് ഏട്ടന്. അച്ഛന്റെ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വന്നതാ. മൂർത്തിയെ തിരക്കിയായിരുന്നു. ഞാൻ ഉറങ്ങുവാണെന്ന് പറഞ്ഞു. ജീവിതത്തില് പരാജയപ്പെട്ടവന്റെ ഏക തൊഴിലാ മദ്യപാനം, ഉറക്കവും. രണ്ടും വീടിനകത്ത് നിന്ന് ചെയ്യാവുന്ന പണിയായതുകൊണ്ട് ആരെയും ഫേസ് ചെയ്യണ്ടല്ലോ. മറ്റുള്ളവരിൽ നിന്നും ഓടി ഒളിക്കുമ്പോഴാ നമ്മൾ തീർത്ത് ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്നേ. എന്തിനാ ഇങ്ങനെ പതുങ്ങി ഒളിച്ചൊക്കെ ജീവിക്കുന്നെ? ബിസിനസ്സിലെ പരാജയവും വിജയവും എല്ലാം ഉണ്ടാവും. ആ പരാജയത്തിന്റെ വഴികൾ മനസ്സിലാക്കി വിജയം ഉണ്ടാക്കുക നമ്മൾ ചെയ്യേണ്ടത്. ഒഴിഞ്ഞു മാറി നിൽക്കല്ല വേണ്ടത്, ഉണർന്ന് പ്രവർത്തിക്കാ വേണ്ടത്. എനിക്കിനി ആകെയുള്ള പ്രതീക്ഷ ദുബായിലേക്ക് ചരക്കൊണ്ടുപോയ നമ്മുടെ ഷിപ്പിലാണ്. അതവിടെ എത്തിയ എന്റെ എല്ലാ കടങ്ങളും തീരും, സേഫ് ആവും. ഒരപകടവും കൂടാതെ അതവിടെ എത്താൻ ഞാൻ പ്രാർത്ഥിക്കണം. തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന, താൻ വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കണം. എന്റെ അവസാന പ്രതീക്ഷ അത്. എന്റെ പ്രാർത്ഥന മുഴുവൻ ഇപ്പൊ എന്നെ കുറിച്ചൊന്നും അല്ല, മൂർത്തിയെ കുറിച്ച് മാത്രം. പിന്നെ എനിക്ക് മാത്രമായിട്ട് ദൈവങ്ങളുമില്ല. ഉള്ളതൊക്കെ നമുക്ക് രണ്ടുപേർക്കും കൂടി വിളിക്കാനുള്ളതാ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വിളിച്ചത് കൊണ്ടാവാം ഈ കുഞ്ഞിന്റെ കാര്യം നമുക്ക് മുന്നിലേക്ക് വന്നത്. പോണ്ടേ നമുക്ക് ആ കുഞ്ഞിനെ കാണാൻ? നാളെ പോയാലോ? എന്തിനാണ് ഈ ദുരിതത്തിലേക്ക് എവിടെയോ കിടക്കുന്ന ഒരു കുഞ്ഞിനെ കൂടി കൊണ്ടുവരുന്നത്? അത് മൂർത്തി.
ഇതാ കണ്ടില്ലേ, കരണ്ട് പോലും പോയി. ഈ ഒരു ദുരിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ ശാപം കൂടി വാങ്ങിച്ചു കൂട്ടണോ നമുക്ക്? ചിലപ്പോ ആ കുഞ്ഞിന്റെ വരവോട് കൂടി എല്ലാം മാറിയാലോ? മക്കളെ, ദേ സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാട് വിളിച്ചിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നല്ല പേടിയുണ്ട്. നീ എന്തിനാടി പേടിക്കുന്നേ? നീ അറിയാതെയാണ് അവിടുന്ന് കൊച്ചിനെ നഷ്ടപ്പെട്ടതെന്ന് അവിടെയുള്ളവർക്ക് ബോധ്യപ്പെട്ടാ പോരെ? അതിനൊക്കെ വഴിയുണ്ട്. എന്തു വഴി? നിന്നെ കെട്ടിയിടും, എന്നിട്ട് നിന്റെ വായിൽ തുണി തിരികെ കയറ്റും, എന്നിട്ട് കൊച്ചിനെ ഇങ്ങ് എടുത്തോണ്ട് പോരും. അപ്പൊ പിന്നെ നിന്നെ ആരും സംശയിക്കത്തില്ലല്ലോ. അങ്ങനെയൊന്നും ഇതിനകത്ത് നടക്കത്തില്ല. ഒരു ചെറിയൊരു ശബ്ദം കേട്ടാ മതി, സത്യമേ രാഘവൻ സാറും ഉണരും. രാഘവൻ സാറിനാണെങ്കിൽ രാത്രി ഉറക്കമില്ല. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആര് പറഞ്ഞു നടക്കില്ലെന്ന്? നടക്കും. ഇന്ന് ഞാൻ നടത്തും. നടക്കണം. ഞാൻ വന്ന് വിളിക്കും. അപ്പോ എനിക്ക് ആ കുഞ്ഞിനെ കൊണ്ട് തന്നേക്കണം. പറഞ്ഞത് കേട്ടല്ലോ. ഞാനിപ്പോ ഉടനെ വരും. ഹലോ ഹലോ, ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ?